നാളെ വിഷുവാണ്. വിഷുവിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികളെല്ലാവരും. കാരണം കണി കണ്ടുണരണം. അപ്പോൾ കണി വെക്കാനായി നിരവധി സാമഗ്രികൾ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങളാണ് ആ കണിക്കൂട്ടത്തിലുണ്ടാവുക. അപ്പോൾ കോഴിക്കോട് പാളയത്ത് നിന്ന് വിഷു തിരക്കുമായി KT വിബീഷ് കൂടി ചേരുന്നുണ്ട്. വിബീഷ്, എങ്ങനെയാണ് പാളയത്തേക്ക് ഒരു തിരക്ക്? കാരണം സാധാരണഗതിയിൽ ഓണത്തിൻ്റെ ആയാലും വിഷുവിൻ്റെ ആയാലും തലേ ദിവസം എന്ന് പറയുന്നത് മിഠായി തെരുവിലായാലും പാളയത്തായാലും തിരക്കോട് തിരക്കായിരിക്കും. അതെ വിൻഷ, കോഴിക്കോട് പാളയത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുവിന് സദ്യ ഒരുക്കാനും മറ്റുമായിട്ടുള്ള അതുപോലെ തന്നെ കണി വെക്കാനും ഉള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ആളുകൾ. വലിയ തോതിലാണ് ആളുകൾ ഇങ്ങോട്ടെത്തുന്നത്. അതിനുള്ള പ്രധാന കാരണം തന്നെ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ യഥേഷ്ടം ലഭ്യമാകും എന്നതാണ്. കണി വെക്കാൻ വേണ്ടി വെള്ളരി മുതൽ പഴവർഗ്ഗങ്ങളായ മുന്തിരി, നാരങ്ങ, അതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ വില കുറഞ്ഞ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷുവിന് സദ്യ ഒരുക്കുന്നത് പോലെ മലയാളികൾക്ക് സദ്യ പ്രധാനമാണ്. മലബാറിലാണെങ്കിൽ വിഷു സദ്യയുടെ കൂടെ മീൽസും ഇറച്ചി വിഭവങ്ങളും ഉണ്ടാകും. അപ്പോഴും സദ്യവട്ടങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കുമായി ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പാളയത്ത് പച്ചക്കറി മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാ സാധനങ്ങൾക്കും വലിയ ആളുകൾ വലിയ തോതിലാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇക്കുറി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പച്ചക്കറിക്ക് വലിയ വിലക്കയറ്റമില്ല. ഉള്ളി അടക്കമുള്ള സാധനങ്ങൾക്ക് പതിവായി ഏകദേശം 24 രൂപ 25 രൂപയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് ഉള്ളിക്ക് ഏകദേശം 20 രൂപ വരെയോ വിലയുള്ളൂ. മറ്റ് സാധനങ്ങൾക്കും ഒരു സാമാന്യമായ വിലയാണുള്ളത്. വലിയ വിലക്കയറ്റമില്ല. ചേട്ടാ എങ്ങനെയാണ് വിഷു അടുത്തെത്തി? വിഷുവിന്റെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നല്ല ഫ്രൂട്ട്സിനൊക്കെ നല്ല ആളുകൾ. ഫ്രൂട്ട്സിന് വിലക്കയറ്റം ഉണ്ടോ? പൊതുവെ കുറച്ചുണ്ട്. ഓവറൊന്നുമില്ല. ആപ്പിളൊക്കെ തന്നെ പുറമേ വരുന്ന ആപ്പിൾ റേഞ്ച് ഉണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വില കുറവാണ്. ആപ്പിൾ അടക്കമുള്ള ഫ്രൂട്ട്സ് വിഭവങ്ങൾക്കാണ് വിലക്കയറ്റമുള്ളത്. എന്നാൽ മറ്റു സാധനങ്ങൾക്കൊന്നും അധികം വിലയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഏട്ടാ, എങ്ങനെയാ കണിവെള്ളരിന്റെ ഒക്കെ വില എങ്ങനെയാ? കണിവെള്ളരി വില കുറവാ. പ്രാവശ്യം വില കുറവാണ്. ഞങ്ങള് 30 മുക്കുണ്ട്, 45 വരെ. ഇപ്പൊ കിലോത്തിന് 50 റുപ്യ വില പീടിയല്. ഇപ്പൊ 30 മുക്കുണ്ട്, 40 മുക്കുണ്ട്. ആവശ്യക്കാർ നല്ലോണം ഉണ്ടോ? ആവശ്യക്കാർ അത്യാവശ്യം ആളുണ്ട്. നാരങ്ങയ്ക്ക് വില ലാസം ചൂടാണ്. നാരങ്ങ എടുക്കുന്നോടെ തന്നെ 170 റുപ്യ വില. ഹോൾസെയിൽ. അപ്പൊ അത് 3 കാക്കിലോ 50 വെക്കുന്നുണ്ട്. നമ്മളോട് വ്യാപാരികൾ പറയുന്നത് കണിവെള്ളരി അടക്കമുള്ളവർക്ക് ഇത്തവണ വിലക്കുറവുണ്ട്. 30 രൂപ മുതൽ കണിവെള്ളരി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ആയിരുന്നെങ്കിൽ കണിവെള്ളരിക്ക് 60 രൂപയൊക്കെ ആയിരുന്നു ശരാശരി വില. ഇത്തവണ വില പൊതുവിൽ കുറവുണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടാ വിഷുവിന് എങ്ങനെ നല്ല തിരക്കുണ്ടോ? മിതമായ തിരക്കേ ഉള്ളൂ. പച്ചക്കറിക്ക് വിലക്കുറവുണ്ടോ ഇപ്രാവശ്യം? അധികം കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വില അത്യാവശ്യം ഓവർ വിലയില്ല എല്ലാ സാധനങ്ങൾക്കും. പൊതുവിൽ ഇത്തവണത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വിലക്കയറ്റം. കോഴിക്കോട് എല്ലാ സാധനത്തിനും വില കമ്മിയാ. ഈ പച്ചക്കറി മാർക്കറ്റിൽ ഇവിടെ കിട്ടുന്ന മാതിരി കേരളത്തിൽ ഒരു സ്ഥലത്തും കിട്ടൂല. എത്ര സംസ്ഥാനം ഉണ്ട്, അവിടെ ഒന്നും കിട്ടൂല. ഇവിടെ ചെറിയ ലാഭം എടുത്തിട്ട് വിൽക്കണ കച്ചവടക്കാരാ. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ. അതെ. നിങ്ങൾ തിരക്കണ്ടില്ല നിങ്ങൾ. അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആരും പോകൂല. ഇവർക്ക് ഇവരെ തൊഴിൽ ഇതാക്കാൻ വേണ്ടി ചെറിയ ഇതിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളാണ്. 2 റുപ്യ 3 റുപ്യ ലാഭത്തിന് വെക്കണേ. എറണാകുളമൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി, റേറ്റൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ എറണാകുളമൊക്കെ എന്താ വില എന്ന് ചോദിച്ചു നോക്കി. ഉത്സവ സീസണായിട്ടും വില അമിതമായിട്ടില്ല. ചില സമയത്ത് ഇവര് നമ്മളെ ഈ മാർക്കറ്റിൽ വിൽക്കൂല. സൂപ്പർ മാർക്കറ്റിലൊക്കെ അമിതമുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ കണിവെള്ളരി വെക്കുന്നത് 99 റുപ്യ. ഇവിടെ വെക്കുന്നത് ഒരു പീസിന് 20 റുപ്യ. ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത് സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള സ്ഥലത്തൊക്കെ കണിവെള്ളരിക്കൊക്കെ വലിയ വില വരുന്നു. എന്നാൽ ഇവിടെ വില 20-30 രൂപ മുതലാണ് കണിവെള്ളരിയുടെ വില എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി നല്ല തോതിൽ വിഷു അടുപ്പിച്ചിട്ട് പച്ചക്കറി നല്ല തോതിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷു ആഘോഷിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. അതിന്റെ ഒരു പരിചയത്തെ മാത്രമാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടത്. KT വിബീഷാണ് തത്സമയം വിശദാംശങ്ങൾ പങ്കുവച്ചത്.